ഒരു മിനിറ്റിൽ 5 ക്വസ്റ്റ്യൻ പഠിക്കാം. ധനകാര്യ ബില്ല്, മണി ബില്ല്. ഈ ബില്ല് നമ്മൾ കാണുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് ആഗ്രഹം? കൂട്ടുമ്പോൾ 0 കിട്ടണം, 1 1 0 കിട്ടണം, 1 1 0 കിട്ടണം. അപ്പം ധനകാര്യ ബില്ല്, മണി ബില്ല് എന്ന് പറയുന്നത് 110 110. നമ്മൾ ബജറ്റ് റെഡിയാക്കുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നത്? കൂട്ടി കൂട്ടി എഴുതാറാണ് പതിവ്. 1 1 2 1 1 2. അപ്പൊ അങ്ങനെ അങ്ങ് എടുത്താൽ മതി. 112 112 112 ബജറ്റ്. നെക്സ്റ്റ് വന്നിട്ട് ധനകാര്യ കമ്മീഷൻ. ധനകാര്യ കമ്മീഷൻ നമ്മൾ ഈ ധനകാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എപ്പോഴാണ്? മാസത്തിന്റെ അവസാനമാണ് നമ്മൾ ഈ ധനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. മാസത്തിന്റെ അവസാനം ഉള്ള ദിവസം ഏതാണ്? 28. അതായത് 29 31 നമ്മൾ കണക്കാക്കാതെ 28 ആക്കി എടുക്കാം. കാരണം ഫെബ്രുവരി 28 ഉള്ളൂ, റീചാർജുകളൊക്കെ 28 ദിവസത്തേക്കേ ഉള്ളൂ. അപ്പം ആ 28 എടുക്കാം. ഈ 28-ന് ഒരു 0 കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക. 0 കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ 28 0, അതായത് 280. ധനകാര്യ കമ്മീഷൻ 280. ഇത് ജസ്റ്റ് ഒരു കോഡ് മാത്രമാണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഡ്. നെക്സ്റ്റ് വന്നിട്ട് 1 2 3 എന്ന ഒരു ഓർഡർ. 1 2 3 എന്ന് പറയുന്ന ഒരു ഓർഡർ ആയിട്ടല്ലേ കിടക്കുന്ന. അപ്പൊ പ്രസിഡന്റിന് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം. 1 2 3. ഇനി നേരെ തിരിച്ച് ഗവർണറിലോട്ട് വരുമ്പോൾ ഈ 1 2 3-നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് തിരിച്ചെഴുതാം. 2 1 3 2 1 3 2 1 3 എന്ന് പറയുന്നത് ഗവർണർക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം. ഹൈക്കോടതി, സുപ്രീം കോടതി 1 2 4 ആണ്. 1 2 4. ഇതിനെ നേരെ ഒന്ന് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കഴിഞ്ഞാൽ ഹൈക്കോടതിയിലെത്തും. അതായത് 2 1 4 1 2 4 2 1 4 124 214 സുപ്രീം കോടതി, ഹൈക്കോടതി. ഇനി പറയാൻ പോകുന്ന കോഡ് ആരെയും ആക്ഷേപിക്കാനോ കളിയാക്കാനോ ഒന്നുമല്ല. ഇത് ജസ്റ്റ് ഒരു കോഡ് മാത്രമാണ്, മെമ്മറിയിൽ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി മാത്രം. ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ കോഡായിട്ട് സങ്കല്പിച്ചെടുത്താൽ മതി. ഒരു രാജ്യത്തിന്റെ ഏറ്റവും ഉന്നത പദവിയിൽ ഇരിക്കുന്നത് ആരാണ്? പ്രസിഡന്റ്, സുപ്രീം കോടതി. അപ്പം പ്രസിഡന്റും സുപ്രീം കോടതിയും കൂടെ ലവ് ആവുന്നു. അപ്പൊ അങ്ങനെ പ്രസിഡന്റ് സുപ്രീം കോടതിയുടെ അടുത്ത് 143 എന്ന് പറയുന്നു. 143. അതായത് പ്രസിഡന്റ് സുപ്രീം കോടതിയോട് ഉപദേശം ചോദിക്കുന്നത് 143. പെട്ടെന്നൊരു അത്യാവശ്യം വന്നാൽ നമ്മൾ അടിയന്തരമായിട്ട് വിളിക്കുന്നത് ആരെയാണ്? 108. അതായത് അടിയന്തര സമ്മേളനം, സംയുക്ത സമ്മേളനം. അതായത് പ്രസിഡന്റ് വിളിച്ചു ചേർക്കുന്ന സംയുക്ത സമ്മേളനം 108, ആർട്ടിക്കിൾ 108. ഈ കോഡ് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. പബ്ലിക് സർവീസ് കമ്മീഷൻ 315. അതായത് നമ്മുടെ PSC പരീക്ഷ കഴിയുന്ന എത്ര മണിക്കാണ്? 3:15, 3:15 PSCയുടെ ആർട്ടിക്കിൾ. 48, 48A, 49. നമ്മൾ ഈ പശുക്കളെയൊക്കെ നന്നായിട്ട് നമ്മൾ സംരക്ഷിക്കണം. സംരക്ഷിച്ച് പശുക്കളെ കൊല്ലുന്നത് നമ്മൾ നിർത്തണം. അങ്ങനെ നിർത്തുമ്പോഴത്തേക്ക് എന്ത് പറ്റും? പരിസ്ഥിതിയെല്ലാം സംരക്ഷിക്കപ്പെടുമ്പോഴത്തേക്ക് അതിനോട് അനുബന്ധമായിട്ടുള്ള, അതായത് സ്ഥലങ്ങളെല്ലാം, അതായത് പ്രശസ്തമായ സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ വൃത്തികേടില്ലാണ്ട് നന്നായിട്ടിരിക്കും. പരിസ്ഥിതി സംരക്ഷിക്കപ്പെടുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളും ദേശീയ സ്മാരകങ്ങളും എല്ലാം ഒരേപോലെ തന്നെ സംരക്ഷിക്കപ്പെടും. അപ്പോൾ 48 എന്ന് പറയുന്നത് ഗോവധ നിരോധനം. അങ്ങനെ ഗോവധ നിരോധനം ചെയ്യുമ്പോൾ പരിസ്ഥിതി സംരക്ഷിക്കപ്പെടും. 48A. 49 പ്രധാനപ്പെട്ട സ്ഥലങ്ങളുടെയും സ്മാരകങ്ങളുടെയൊക്കെ സംരക്ഷണം. ഇനി 50 എന്ന് പറയുന്നത്, ആർട്ടിക്കിൾ 50 എന്ന് പറയുന്നത്, നമ്മൾ എന്ത് കാര്യം എടുത്താലും നമ്മൾ 50-50, പകുതി. വേർതിരിവ് വരുന്നത് 50-50 എടുത്തിട്ടാണ് വേർതിരിവ് വരുന്നത്. എക്സിക്യൂട്ടീവിനെ ജുഡീഷ്യറിയിൽ നിന്ന് വേർതിരിക്കും. അതാണ് 50-50. ഈ വേർതിരിവ് എന്നുള്ള ആർട്ടിക്കിളായിട്ട് വരുമ്പോഴത്തേക്ക് ആർട്ടിക്കിൾ 50 എടുത്താൽ മതി. ഇനി വന്നിട്ട് 4 ഏകീകൃതം 4 ഏകീകൃതം 44 ഏകീകൃത സിവിൽ കോഡ് 44 ഏകീകൃത സിവിൽ കോഡ്.